രാവിലെ കുളിച്ച് നേരെ അമ്പലത്തിൽ പോകാൻ വേണം. ചേട്ടാ പോകാന്ന് പറയാം. തലേദിവസം തയ്യാറെടുത്ത് രണ്ടുപേരുടെ സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകുന്നു. അങ്ങോട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഹോട്ടൽ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞൊരു ഹോട്ടൽ നമ്മൾ പോകണമെന്ന് വെച്ചോളൂ. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാനൊരു ഹോട്ടൽ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പറയണം. അപ്പോൾ അവൾ പറയും കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് കൂട്ടുകാർ വിളിച്ചോണ്ട് ഈ മറ്റേ ഹോട്ടലിൽ ഞാൻ കയറി കേട്ടാ ഭയങ്കര സന്തോഷം. അത് എൻ്റെ ചേട്ടൻ പൊന്നാ, എൻ്റെ ചേട്ടാ അത് ചെയ്യും. എൻ്റെ കൂടെ കുറച്ചൊരു ചേർത്ത കാര്യത്തിരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നടന്നിക്കുമ്പോഴാണ് ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് ആണ്. ആ പറയും നല്ല തുണി, നല്ല പാവടാണ്ട, അത് ഇട്ടേക്കാണ്ട നല്ല രസമായിട്ടുണ്ട്, സാരി കൊള്ളാം, ചുരിദാർ കൊള്ളാം, ഏതെങ്കിലും കൊള്ളാന്ന് പറയുമ്പോൾ നമ്മളൊരു വേണോടി ആ വേണം. പിന്നെ കയ്യിൽ വിടൂല, കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കും. ജീവന പുണ്യമാണ് പറഞ്ഞത്. അപ്പൊ അത് മേടിച്ചു കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പറഞ്ഞത് ജൂവലറിയാണ് പറഞ്ഞത് നമ്മൾ അന്ന് മേടിച്ച വാലന്റൈൻസ് ഡേക്ക് മേടിച്ച മോതിരം ചെറുതായിപ്പോയി, ഇച്ചിരി വലുത് വേണ്ടായിരുന്നു കൊള്ളായിരുന്നു. അപ്പൊ നമ്മളത് ശരി, അവിടെ സന്തോഷമല്ല നമുക്ക് ഏറ്റവും വലുത്, ആ മോതിരം മേടിച്ചു കൊടുക്കും. അപ്പൊ ഭയങ്കര സന്തോഷമായി, ജീവനായി, ദൈവമായി, പുണ്യമായി, ദൈവമായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കയറും. വീട്ടിൽ നിന്ന് കയറുമ്പോഴാണ് അവൾ പെട്ടെന്ന് പറഞ്ഞത് നമുക്കൊന്ന് വീട് വരെ പോയാലോ, സമയമുണ്ടല്ലോ ഏട്ടാ, കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, നമുക്കൊന്ന് വീട്ടിൽ പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് പോയാലോ എന്ന് അവൾ ചോദിക്കും. അപ്പം ഞാൻ പറയും ഡി ഞാനെന്നല്ല എല്ലാ ഭർത്താക്കളും ഡി ഇത്രയും ദൂരം രാവിലെ ഇറങ്ങിപ്പോയില്ല, രാവിലെ വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയാണ്, ഒരു കാര്യം വേറൊരു സംഭവം ഇപ്പം പോയാൽ എന്താ കുഴപ്പം, തീർന്നു അല്ലടി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ദുഷ്ടായി, ഇതൊക്കെ മാറി, മറ്റേതൊക്കെ തീർന്നു, പിന്നെ ദുഷ്ടനായി. നിങ്ങളടുത്ത് എന്റെ വീട്ടിൽ പോണ ഒരു കാര്യം പറയാം, എന്റെ വീടും എന്റെ വീട്ടുകാരും പറ്റിയ ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് ഒരു സ്നേഹമല്ല. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കോരിയ വെള്ളം പടാന്ന് തുടങ്ങി. അത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരായിരിക്കണം. ഇത് ഏട്ടനുമായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് ഏട്ടാ അതൊന്ന് വാങ്ങിച്ചു തരുക ഏട്ടാ, ഇല്ലേ നല്ല സാരി, നല്ല ബ്ലൗസ്, ഇതില്ലേ ആ മോതിരം, എന്റെ മോതിരം ചെറുതായി അതൊന്നും എവിടെ ഏട്ടൻ എനിക്ക് ഒരു സാധനം പോലും വാങ്ങിച്ചു തരാം. എനിക്ക് ഇതിനെ ശത്രുവായി കാണാൻ ഇഷ്ടമില്ലാത്തണ്ട്. പിന്നെ നമ്മളതിനോട് അധികം പിണക്കല്ലായിരിക്കുന്നത്. എങ്ങാനൊന്ന് പിണങ്ങി നോക്കണം. എന്റെ പൊന്നെ, ഞാനതിൽ ഒന്നിനും പോകാത്തത്. എവളടുത്ത് ഒന്നും രണ്ടും പറഞ്ഞ് നിന്ന് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്കാ. ഇല്ല, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് നാഗവല്ലി വരുമ്പോൾ ഒരു വരവുണ്ട്. അയ്യോ മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഇങ്ങ് വരുന്ന വേണ്ടല്ലോ. പിന്നെ അല്ലല്ല നിർത്തിക്ക, എവിടെയാട്ടാ ഞാൻ അങ്ങനെ വന്നേക്കുന്നത്? ഏട്ടൻ എന്ത് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നാഗവല്ലിനെ പോലെ മുടി അഴിച്ചിട്ട് വന്നേക്കുന്നത്? ഏട്ടൻ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോഴേ ഞാൻ അങ്ങനെ വരാറുള്ളൂ കേട്ടല്ലോ. അല്ലാതെ ഏട്ടന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ അത് വാങ്ങിച്ചു തന്നു ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല സ്നേഹത്തോടെ നിൽക്കും. ഇതൊന്നും വാങ്ങിച്ചെടുത്തില്ല, എല്ലാരും കേൾക്കെ ഞാൻ നാഗവല്ലിയാണ്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മനുഷ്യരുടെ നെഞ്ചത്തോട് കയറിക്കോളും. നാട്ടിൽ എവിടെ നടന്നാലും ഇതാണ് സ്വഭാവം, പെങ്ങളെ സ്വഭാവം ഇതാണ്. കണ്ട പണിപാളി. ഈ നാഗവല്ലിയെ തളയ്ക്കണേ മേപ്പാടം നമ്പൂതിരി തന്നെ വന്നേ പറ്റൂ. മലക്കറി കരിയണല്ലേ, നല്ലതാണെന്നോ, നല്ല കൊള്ളാമോ അല്ലേ? ഓ അടിച്ചു വേണോ? നല്ല അടി. ഇത് കണ്ണിന്റെ കാഴ്ചക്കൊക്കെ നല്ല. ഞാൻ സഹായിക്കട്ടെ? എന്നെ വന്ന് സഹായിക്കോ? ഞാൻ ഇന്ന് പോകുന്നില്ല. ഞാനേ ഇപ്പം ഇന്നലെ സഹായിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് കാര്യം എന്നറിയാം. നിങ്ങളെപ്പോലെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ഒരാളല്ല ഞാൻ ചില ദിവസങ്ങൾ മനഃപൂർവ്വം ലീവ് എടുത്ത് എൻ്റെ ഭാര്യയോടൊപ്പം ചിലവിടും. എന്തിനാണ്? പരസ്പരം പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, വഴക്ക് കൂടുക, തമാശകൾ പറയുക, പൊട്ടിച്ചിരിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. അതുകൊണ്ട് നമ്മുടെ അത് നല്ല രസമാണല്ലേ. പണ്ട് നമ്മൾ ഈ വള്ളങ്ങൾ ഇത് പേപ്പറിനകത്തൊക്കെ ഉണ്ടാക്കി. ഞാൻ കേട്ടോ പുള്ളി ഏട്ടാ എന്നെ ഒന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കോ? ഇതിപ്പോ എന്ത് പറയാൻ ഏട്ടൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഇന്ന് നോക്കേ, ഇത് മൊത്തം അരിഞ്ഞിവിടെ വെച്ചേക്കണം, ഇതും എല്ലാം അരിഞ്ഞ് വെച്ചേക്കാം. മാറും എന്താ മിണ്ടോ? എവിടെ പോണു? എന്താണ്? ഞാൻ ഏട്ടന്റെ ശത്രുവല്ലേ? പിന്നെ ഞാനെന്തിനാ ഏട്ടൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്? ശത്രുവാ? വിട്, കൈ വിട്. അന്നേ പോ, ചെല്ല്, മാറങ്ങോട്ട്. സഹായിക്കണ്ട? വേണ്ട, ഒരു സഹായവും വേണ്ട, ചെയ്തെടുത്തോളം മതി. പക്ഷെ നീ ഒന്നും ഓർക്കണം, ശത്രു മിത്രമാണ്. ഓ ശരി. എനിക്ക് ശത്രുതയില്ല, ഞാൻ മിണ്ടും. ഒന്ന് ഞാൻ മിണ്ടത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടും. ഞാൻ